ഏവർക്കും ഡ്രാഫ്റ്റഡ് മല്ലുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലിക്വിഡിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലിക്വിഡിറ്റി എങ്ങനെ ഉണ്ടാകുന്നു? അപ്പൊ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി അറിയാമെന്ന് വിചാരിക്കുന്നു. ലിക്വിഡിറ്റി ഈസ് ഈക്വൽ ടു നമ്മുടെ സ്റ്റോപ്പ് ലോസസ്. മാർക്കറ്റ് ഒരു വലിയൊരു മൂവ് തരുന്നതിന് മുന്നേ നമ്മുടെ സ്റ്റോപ്പ് ലോസസുകളെ ഹണ്ട് ചെയ്യുന്നു. ആ ഒരു സ്റ്റോപ്പ് ലോസസിന്റെ സഹായത്താൽ വലിയൊരു മാർക്കറ്റിൽ ഇംബാലൻസ് ഉണ്ടാകുന്നു. അതൊരു ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു ദൂരം ഉണ്ടാകുന്നു. അപ്പോഴാണ് മാർക്കറ്റിൽ ഒരു വലിയൊരു മൂവ് വരുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് ഇപ്പൊ സപ്പോസ് ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. അതിനുശേഷം മൂവ് തരികയാണ്. എങ്ങനെ മൂവ് വന്നു? ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആയി. ബൈ സെല്ലിന്റെ ഡിമാൻഡ് കൂടുതലാണ്. ഈ ഏരിയ സെല്ല് ചെയ്യാൻ ആളുണ്ട്, ഈ ഏരിയ സെല്ല് ചെയ്യാൻ ആളുണ്ട്, ഈ ഏരിയ സെല്ല് ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇതേപോലെ മുകളിലോട്ട് മൂവ് ആകുന്നത്. എന്നാൽ ഈ ഏരിയയിൽ എത്തിയതിനു ശേഷം ഇതിന് മുകളിലോട്ട് ഈ ഏരിയ സെല്ല് ചെയ്യാൻ ആളില്ല, ഈ ഏരിയ സെല്ല് ചെയ്യാൻ ആളില്ല, ഈ ഏരിയ സെല്ല് ചെയ്യാൻ ആളില്ല. എന്നാൽ വാങ്ങാൻ ആളുകൾ റെഡിയാണ്. പക്ഷേ എന്താണ് സംഭവിക്കുക? ഇവിടെ വിൽക്കാനായിട്ട് ഈ ഒരു ഏരിയയിൽ വിൽക്കാൻ ആളില്ല. അപ്പൊ ഇതാണ് ലിക്വിഡിറ്റി, ബേസിക് മാർക്കറ്റിലെ ലിക്വിഡിറ്റി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഒരു ഹൈക്ക് എബോവ് മാർക്കറ്റ് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന് മുകളിൽ ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് വിചാരിച്ച് ബൈ ചെയ്യുന്നവരെ മാർക്കറ്റ് റിമൂവ് ചെയ്യും. ദിസ് ഈസ് ലിക്വിഡിറ്റി. ഓക്കെ, ഇതിനെയാണ് ലിക്വിഡിറ്റി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ബട്ട് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യത്തിലാണ്, വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ്. എങ്ങനെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ആവുന്നു? സപ്പോസ് ഇന്ന് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ലൈവ് ട്രേഡിംഗ്. ഈ ലൈവ് ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ലൈവ് ട്രേഡ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, ട്രേഡിംഗ് ലൈവ് എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, നോക്കുക, ഇവിടെ നോക്കുക, ഹിന്ദി ചാനൽസിലാണ് മാക്സിമം. മലയാളികൾ തീർത്തും കുറവാണ്. എന്താണെന്ന് വെച്ചാൽ മലയാളികൾക്ക് പേടിയുണ്ട്. എന്തിനു പേടി? സെബി പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ഒരു 3-4 മാസമായി പുതിയ റൂൾ കൊണ്ടുവന്നിട്ട് ലൈവിൽ വന്ന് ട്രേഡ് ചെയ്യുന്നവരെ അവർക്കെതിരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ബിക്കോസ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യണം, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇവർ പറയണം. ജസ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഈ ഒരു ചാനൽ ഓക്കെ ഓപ്പൺ ചെയ്യുന്നതിൽ അവർക്ക് ആരെയും ഞാൻ ഒഫൻഡ് ചെയ്യാൻ ഇതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി, ഇത് കണ്ടിട്ട് ഞാൻ ഇത് ഇന്ന പോലെ ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ ഇതിന്റെ റിയാലിറ്റിനെ ഒന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഇപ്പൊ ഇത്രയും വന്ന ഒരു 3-4 ചാനലുകളുണ്ട്. 3-4 ചാനലുകൾ നമ്മളൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. നോക്കുക, ഈ ചാനൽ ഓപ്പൺ ആയതിനു ശേഷം അദ്ദേഹം ഇവിടെ നോക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് നോക്കി. ഇതിനു മുന്നേ ഈ ഒരു നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യാം. അവരിവിടെ വന്ന് പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ. ലൈവിൽ നമ്മളിപ്പോ നോക്കുന്നില്ല. നോക്ക്, ഇവിടെ എത്ര ആയിരം പേരാണ് ഇവിടെ ചാറ്റിൽ. നോക്കി, എത്ര ആയിരം പേര്, ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചാറ്റിൽ വന്നിരുന്നിട്ട് ബൈ ചെയ്യട്ടെ, ഞാൻ സെല്ല് ചെയ്യട്ടെ, ഞാൻ അത് ചെയ്യട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ, ഞാൻ ഹോൾഡ് ചെയ്യട്ടെ. ഇവരിവിടെ നിന്ന് പറയും, നിങ്ങൾ ഇതിന് താഴെ സെല്ല് ചെയ്തോളൂ, ഇതിന് മേലെ ബൈ ചെയ്തോളൂ. എന്താണ്? മാർക്കറ്റ് പോയാൽ പോയി. ഓക്കെ, മാർക്കറ്റ് പോയാൽ പോയി. അപ്പൊ അവർ പറയാം, ഞാൻ ഇവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഏരിയ ടാർഗറ്റ് വെക്കുക, നിങ്ങൾ ഈ ഏരിയ ടാർഗറ്റ് വെക്കുക, നിങ്ങൾ ഈ ഏരിയ സ്റ്റോപ്പ് ലോസ് വെക്കുക. എന്നാൽ ആക്ച്വലി എൻട്രി എടുത്തതോടെ മാർക്കറ്റ് ലിക്വിഡിറ്റിയെ ബേസ് ചെയ്താണ് നടക്കുന്നത്. മാർക്കറ്റിന്റെ അവർ എൻട്രി എടുക്കാൻ അവസരം കൊടുക്കും. ഒരു ഓപ്ഷൻ ബയർ ആണ്. സപ്പോസ് ഇതിന് താഴെ എൻട്രി എടുക്കാൻ പറയണം. അവർ ഈ സാധാരണക്കാർ ഇവർ എൻട്രി എടുക്കും. എന്നാൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ആദ്യം പോയത് എങ്ങോട്ടാണ്? അവർ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്തു. അതിനുശേഷം മേ ബി ഇങ്ങനെ വരായിരിക്കും. ബട്ട് അവരുടെ വാക്കുകൾ കൊണ്ട്, അവരുടെ സംസാരിക്കാനുള്ള കഴിവ് കൊണ്ട് അവർ റീറ്റെയിലേഴ്സിനെ പറഞ്ഞാൽ സാധാരണക്കാരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരിക്കും. ആളുകൾ തന്നെ ഒരു ഹോപ്പിലിരിക്കുകയാണ്. ഈ ഒരു സ്ത്രീ, ഓക്കെ, നമുക്ക് അടുത്തൊന്ന് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഓക്കെ, ഈ ഒരു ലേഡി വളരെ തള്ളി മറിക്കാൻ ഭയങ്കര മിടിക്കുകയാണ്. അയ്യോ, ഇദ്ദേഹം നോക്ക്, ഇവിടെ നോക്ക്, ജസ്റ്റ് നമുക്ക് ഇത് ഇപ്പോൾ ഓഫ് ചെയ്യാം. ക്ലോസ് കോൾ നോക്കുക, കണ്ടോ? ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ ചോദിച്ചു കൊടുക്കും, ഞാൻ ബൈ ചെയ്യട്ടെ, യെസ് 25 രൂപ ബത്താവോ നാ കോൾ ട്രിഗർ. ആളുകൾ നമ്മുടെ നാട്ടില് ഒരു പണിയും ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു പണിയില്ലാതിരിക്കുന്നവരല്ല ഈ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത്. അത് ഞാൻ ആരും ഒഫൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പണിയില്ലാണ്ട് ചുമ്മാ ട്രേഡിങ്ങിനെ ഒരു ഗാംബ്ലിംഗ് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു കൂടാനുകൂടി ജനങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. അവരെ ലിക്വിഡിറ്റി ആക്കാൻ വളരെ എളുപ്പമാണ്. ഇവർ നോക്കുക, ഇവരിപ്പം ജസ്റ്റ് ഒരു 50 മിനിറ്റ് ക്യാനിലാണ്. കുറച്ച് മുന്നേ ഉള്ളൊരു വ്യൂ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കുക, ഇവിടെ ഈ ഒരു ഏരിയയിൽ ഓക്കെ ഒരു ഫുൾ ഇതാക്കാം, തിയേറ്റർ മോഡ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ അവർ ഇവിടെ എൻട്രി എടുപ്പിച്ചു ആളുകളെ. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുപ്പിച്ചു. ഇവിടെ നോക്കുക, ഇതിന് താഴെ എൻട്രി എടുപ്പിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചു? എൻട്രി എടുത്ത ഉടനെ മാർക്കറ്റ് എങ്ങോട്ടാണ് പോയത്? സ്റ്റോപ്പ് ലോസ്. അവർ ഒരിക്കലും സമ്മതിക്കില്ല. ഇവർ ഈ ചുമ്മാതെ ഒരു ഷോർട്ടിന്റെയും ലോങ്ങിന്റെയും ഒരു ടൂൾ എടുത്ത് ഇവിടെ ഇട്ടേക്കും. ഈ വഴി വന്നാൽ ഓക്കെ. നിങ്ങൾ നോക്കുക, ഇവിടെ എൻട്രി എടുപ്പിച്ചു. എന്നാൽ മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ടാണ്. ബട്ട് ഇവരിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? സ്പോട്ട് ചാർട്ടിലേക്ക് ആയിരിക്കും. ആ സ്പോട്ട് ചാർട്ട് ഇവിടെ എത്തിയില്ല. ബട്ട് ആക്ച്വലി ഇത്രയും ഒരു മൂവ് ഇങ്ങനെ തരുമ്പോൾ ഈ ഒരു ഏരിയയിലുള്ള പ്രീമിയത്തിനും ഫുള്ള് ക്യാച്ച് ചെയ്യും. എങ്ങനെ?
മാർക്കറ്റ് ഇത്രയും ഒന്നും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റിൽ പോയാൽ തന്നെ ഓക്കെ നമ്മുടെ ഓപ്പോസിറ്റിൽ പോയാൽ തന്നെ നോക്കുക, ഈ ഒരു ഏരിയയിൽ ഓപ്പോസിറ്റ് പോയാൽ തന്നെ നമ്മുടെ പ്രീമിയം ഡി കെ ആവും. ഈ ഏരിയയിലെ സ്റ്റോപ്പ് ലോസിനെല്ലാം ഹണ്ട് ആവും. അതായത് ഈ ഏരിയയിൽ കയറിയിട്ടുള്ളവരെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഹണ്ട് ചെയ്തിട്ടാണ് ഈ മൂവ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, ഞാനിവിടെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ടാർഗറ്റ് ഹിറ്റായി. ഒന്നുമില്ല, ആളുകളെ പൊട്ടനാക്കി ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുക. ഇത്ര നോക്കുക, അവരുടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നിരുന്നിട്ട് അവർക്ക് കമന്റ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കമന്റ് ഇട്ട് ആളുകളെ പറ്റിക്കുകയാണ്. ഓക്കെ, മലയാളത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ബട്ട് പേടിയുണ്ട് സെബി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേടി ഉള്ള, അല്ലെ റെഗുലേഷന്റെ പേടി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇപ്പോഴും നടക്കാതെ. ബട്ട് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. അവരും സാവധാനലാകുക, അതായത് അവരും അറ്റൻഷൻ എടുക്കുക. ബിക്കോസ് ഇങ്ങനെയൊന്നും ചെയ്ത ആളുകളെ പറ്റിക്കേണ്ട കാര്യം, നമുക്ക് ലൈവായിട്ട് വന്നിരുന്ന ആരെയും പറഞ്ഞ് ബൈ സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനും 2-3 ലൈവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇതുവരെ ഇന്ന ഏരിയ ബൈ ചെയ്യുന്ന ഞാൻ വന്നിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതൊന്നും വെറും ലിക്വിഡിറ്റി മാത്രമാണ്. സ്റ്റോപ്പ് ലോസസ് എവിടെയാണ്? ഓക്കെ, അപ്പൊ ഈ ഒരു സ്ത്രീയെ വിട്ടു. അതിനുശേഷം നമുക്കൊരു സെബി രജിസ്റ്റേർഡ് ഉണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്ന് കാണാം. അദ്ദേഹം ഇട്ടിട്ട് പോയെന്നാ തോന്നുന്നു. ഇല്ല, മേ ബി കണ്ടു. ഇത് മൊത്തം ഇപ്പൊ ഫോറക്സ് ട്രേഡിംഗ് ആണ്. ഇപ്പൊ നടക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് ലൈവ് ആണ്. ഇപ്പൊ ഇന്ത്യയിലെ കേരളത്തിലുള്ള മാക്സിമം ഇൻസ്റ്റാഗ്രാം തുറക്കാനേ വയ്യ. ഇൻസ്റ്റാഗ്രാം സാധനം തുറന്നു കഴിഞ്ഞാൽ ഈ ട്രേഡേഴ്സിനെ കൊണ്ട് തോറ്റു. മലയാളത്തിൽ തന്നെ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഇവർ പറഞ്ഞു ഒപ്പിക്കുന്നത്. ആളുകളെ പ്രൊമോട്ട് ചെയ്യണം, ആളുകളെ വിശ്വസിപ്പിക്കണം, അവരവരുടെ ഒരു സ്വപ്നങ്ങളെ വിശ്വസിപ്പിക്കണം നമ്മളിലോട്ട്. എന്താണ് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾ ദയവേത് യങ്സ്റ്റേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്നവരോട് പറയുന്നത്, ടെലഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതേപോലെയുള്ള പ്രഹസനങ്ങളിൽ പോയി വീഴാതെ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക. നല്ല നല്ല കണ്ടന്റ് തരുന്നവരും ഈ യൂട്യൂബ് നടത്തുന്നുണ്ട്. അത് കണ്ടെത്തി അവരിൽ മാത്രം പോകും. അല്ലാതെ നിങ്ങളിലോട്ട് ഇപ്പം പറയുകയാണ് ഇവിടുന്ന് എൻട്രി എടുത്തോ, ഇവിടെ നല്ല പ്രോഫിറ്റ് കിട്ടും കണ്ടോ, $45,000, $50,000, ഒരു ദിവസം 2 കോടി രൂപ, 50 ലക്ഷം രൂപ, 930 സ്ട്രാറ്റജി. എന്തൊക്കെയാണ് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇവിടെ ഗോൾഡ് ആൻഡ് ക്രിപ്റ്റോ മലയാളത്തിലോട്ട് ഞാൻ പറയുന്നത്, മലയാളത്തിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഭംഗിയായി ഒന്നും ഞാനത് നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു അദ്ദേഹം ബിറ്റ് കോയിൻ ഗോൾഡാന്ന് പറഞ്ഞിട്ട് നിഫ്റ്റി 50 ആണ് കേട്ടോ. ഇവിടെ ലൈവിൽ നോക്കുക, അദ്ദേഹത്തിന് പേടിയാണ്. നിഫ്റ്റി ഗോൾഡ്, ഓക്കെ, നിഫ്റ്റി ഗോൾഡ് ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇതിനകത്തുള്ള, ബട്ട് അദ്ദേഹം തുറന്നു വെച്ചിരിക്കുന്ന ചാർട്ട് ഏതാന്ന് നോക്കുക, നിഫ്റ്റി 50 ഇൻഡെക്സ്. ഓക്കെ, നിഫ്റ്റി 50 ഇൻഡെക്സ്. അദ്ദേഹത്തിന് പേടിയുണ്ട്. ബട്ട് അദ്ദേഹത്തിന് ബിസിനസ് ഓടണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50യിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സ് ഇന്ത്യൻ മാർക്കറ്റിനെയും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. പക്ഷെ പേര് കൊടുക്കുന്നത് ഒന്ന്, തമ്മിൽ കൊടുക്കുന്ന ഒന്ന്, ബട്ട് അദ്ദേഹം ട്രേഡ് ചെയ്യുന്നത് എന്താണ്? ഇതേപോലെയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് എത്രയോ ആളുകൾ ഈ ഏരിയയിൽ എൻട്രി എടുത്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ഓർത്തു, എത്രയോ ആളുകൾ. ഇത് ലിക്വിഡിറ്റി ആകാൻ വലിയ സമയമൊന്നുമില്ല, ഷൂട്ട് ചെയ്ത് മേലോട്ട് പോകാൻ സമയമൊന്നുമില്ല. ഇവരുടെ ഫേവറിൽ വന്ന അവർ കുട്ടി ഘോഷിക്കും, അവർ ഷോർട്സ് ഇടും, ഇൻസ്റ്റാഗ്രാമിനകത്ത് പോസ്റ്റ് ചെയ്യും, ഞാൻ ഇത്ര പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു, ഞാൻ അത്ര പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു. അവൾ ഒരിക്കലും ലോസിനെയോ അല്ല അവരുടെ എൻറ്റയർ ക്യാപിറ്റൽ അല്ല എൻറ്റയർ PNL എന്താണെന്ന് ഒരിക്കലും കാണുകയില്ല. നിങ്ങൾ ഒരിക്കലും ഇമാതിരി ചതിയിൽ വീഴാതിരിക്കുക. വേറെ 1-2 ചാനലും കൂടി ഉണ്ട് ലൈവ് റൈറ്റ്. ഒന്നും കൂടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ലേഡി ഈസ് എന്താ പറയാ, അട്ടർ ഫ്ലോഡ്. ഓക്കെ, അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഓക്കെ, അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ലേഡിയാണ്. ഞാൻ മാക്സിമം ടൈമിലുള്ള ഇവരെ കാണാറുണ്ട്. അപ്പൊ ഇതേ ഉണ്ട്, ഇവർ ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്, വി ആർ നോട്ട് സെബി രജിസ്റ്റേർഡ്, ദിസ് ടീം ഈസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി. എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി ചെയ്യാനായിട്ടാണെങ്കിൽ എന്തിന് ഇതേപോലെ വന്ന ആളുകളെ പറ്റിക്കുന്നത്? സ്വന്തം വീട്ടിൽ ഇരുന്ന് ചെയ്താൽ പോരെ. ഈ ലൈവിൽ പറയാം, ഓക്കെ, വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, നല്ലതാണ്. അത് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് അംഗീകരിക്കാം. നല്ല വീഡിയോസ്, നിങ്ങൾ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ലൈവിൽ വന്നിരുന്ന് ഇതേപോലെ ആളുകളെ പറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം വീഡിയോകൾ കണ്ടിട്ട് കോൾ പുട്ട് ഒന്നും ബൈ ചെയ്യരുത്. ഓപ്ഷൻ ബൈങ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ജോലിയാണ്. ഞാൻ പറയുന്നില്ലേ, ഒരു പട്ടാളക്കാർ, കമാൻഡോസ്, അവരൊന്നും ചെയ്യുന്ന ജോലിക്ക് അതിനൊപ്പം എന്താ പറയാ, അതിനേക്കാളും ടഫായിട്ടുള്ള ജോബാണ് ഈ ഓപ്ഷൻ ബൈങ് എന്ന് പറഞ്ഞാൽ. പ്യുവർ സ്കില്ല് വേണം, നല്ല റിസ്ക് മാനേജ്മെന്റ് വേണം, നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് മാത്രമേ, റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് മനസ്സിലായിട്ട് ഒരാൾക്ക് മാത്രമേ ഇതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ മലയാളത്തിലെ ചെയ്യുന്ന ആളുകൾ ദയവ് ഇതേതൊന്ന് നോക്കുക. ജസ്റ്റ് ട്രേഡിംഗ് ലൈവ് ഫോറക്സ് മലയാളം എന്ന് കൂടി ഇടുക. ഫോറക്സ് മലയാളം, ഓക്കെ, ഫോറക്സ് മലയാളം. ഓക്കെ, നോക്കുക. ലക്ഷക്കണക്കിന് വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ കിട്ടും. ലക്ഷക്കണക്കിന് വീഡിയോസ് ആണ് ഇവിടെ കാണാൻ കിട്ടുക. 80% വിൻ റേറ്റ്. ഓക്കെ, ഇത് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഞാൻ ആരെയും ഒഫൻഡ് ചെയ്യുന്നില്ല, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ബട്ട് ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾ ആളുകളെ
പറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. ലൈവായിട്ട് നിങ്ങൾ വീഡിയോ എത്ര വേണം ഇട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. കേട്ടോ, ഇതൊക്കെ നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ആയിരിക്കും. മേ ബി ഞാൻ കണ്ടിട്ടില്ല, നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വ്യൂസും ഉണ്ട്. ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലാതെ ലൈവിൽ വന്നിരുന്ന ആളുകളോട് ഇന്നത് ബൈ ചെയ്യ്, ഇന്നത് സെല്ല് ചെയ്യ്, അങ്ങനെ ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇദ്ദേഹത്തെ കൊണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ ഷിജുമോൻ ആന്റണി. ഇദ്ദേഹമുള്ള വലിയ ഒരു ബിഗ് ട്രേഡേഴ്സ് ആണ്. ഇദ്ദേഹത്തിന്റെ എല്ലാ ഫുട്പാത്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അദ്ദേഹം വളരെ കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് 1 ട്രേഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹമൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിനെയൊക്കെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിനോടൊക്കെ ഞാൻ കോഴ്സ് വാങ്ങാനൊന്നും പറയുന്നില്ല, ബട്ട് അദ്ദേഹത്തിന്റെയൊക്കെ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെയൊക്കെ ഫുഡ് ചാർട്ടൊക്കെ നോക്കി പഠിക്കുക. അദ്ദേഹം എങ്ങനെയാണ് വിജയിച്ചത് അതൊക്കെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഷാരിഖ് ഷംസുദ്ദീൻ പോലെയുള്ള മെന്റർ, അദ്ദേഹം ട്രേഡറും നല്ലൊരു ഗുഡ് ട്രേഡറാന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അദ്ദേഹത്തിനെ പോലെയുള്ള മെന്ററുകളെ വിശ്വസിക്കാൻ ശ്രമിക്കുക. ഞാൻ ആരെയും കണ്ണടച്ച് പറയുന്നില്ല, എന്നെ വിശ്വസിക്കൂ, അയാളെ വിശ്വസിക്കൂ, ബട്ട് നിങ്ങൾ ജെന്യുവിൻ ആയിട്ടുള്ള ആളുകളിൽ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയും പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഞാൻ പറയുന്ന കണ്ടന്റിനെ നിങ്ങൾ 100% അത് എന്നെ തന്നെ ആയിക്കോട്ടെ, ഞാൻ എന്ന ട്രാപ്റ്റോടെ മല്ലു എന്ന ഞാൻ നിങ്ങൾ പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിഴുങ്ങാതിരിക്കാൻ ശ്രമിക്കുക, കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് ഞാനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ, യൂട്യൂബ് ഇൻഡസ്ട്രിയിലുള്ളവരെ, ഓക്കെ, യൂട്യൂബിൽ വരുന്ന കുറച്ച് ആളുകൾ പേടിയാണ്, ബട്ട് ഇൻസ്റ്റാഗ്രാം എന്നൊരു സാധനം ഒരിക്കലും വിശ്വസിക്കരുത്. അതിനകത്ത് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിനെ കുറച്ച് പറയുകയല്ല, കൂടെയും പറയുന്നില്ല, ബട്ട് അതിനകത്ത് പല ചതിക്കുഴികളുണ്ട്. ഈ ലൈവിൽ ട്രേഡ് വന്ന് അല്ല കോഴ്സ് വിറ്റ്, ഓക്കെ നിങ്ങൾ കോഴ്സ് വാങ്ങുക, 200, 300, 400, 500, ഓക്കെ, ഇറ്റ്സ് ഇനഫ്, ഓക്കെ, ഗുഡ്. എത്രയൊക്കെ ഉള്ളതൊക്കെ വാങ്ങുക, ഒക്കെ കൊള്ളാം. നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ലൈവിൽ വന്നിരുന്ന് ആളുകളെ പറ്റിക്കുന്നവരുടെ ഇടയ്ക്കിൽ പോയി ചതിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ട്രേഡർക്കും, ഈ ലോകത്തിൽ ഒരാൾക്കും നിങ്ങളെ ഒരു ട്രേഡർ ആക്കാൻ പറ്റില്ല. ആ റിയാലിറ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും ഒരാൾക്കും ഈ ലോകത്തുള്ള ഒരാൾക്കും നിങ്ങളെ ട്രേഡർ ആക്കാൻ പറ്റില്ല. നിങ്ങളുടെ മേഹനത്ത്, നിങ്ങളുടെ കഷ്ടപ്പാട്, നിങ്ങളെടുക്കുന്ന എഫേർട്ട്, ഓക്കെ, അതുമാത്രമായിരിക്കും നിങ്ങളെ നല്ലൊരു ട്രേഡർ ആക്കുക. ഓക്കെ, എത്ര നിങ്ങളെ ആരുടെ കോഴ്സ് അല്ലാത്ത ആരുടെ ലൈവ് ഇരുന്ന് കണ്ടിരുന്ന് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളെ ട്രേഡർ ആക്കണമെന്നെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഓക്കെ, എനിക്ക് ഇത്രേ പറയുന്നുള്ളൂ. ഈ വീഡിയോയിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദേഷ്യമോ സങ്കടമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കുക. ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി, നമസ്കാരം.